ഇപ്പോൾ അടുത്ത പടം എന്ന് പറയുന്നത് ഫ്ലഡാണ്. കേരളത്തിൻ്റെ ഫ്ലഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കാം, 2018 വന്നല്ലോ, ഇനി എന്തിനാണ് ഫ്ലഡ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് ഒരു കാര്യം പറയാം, എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഫ്ലഡ് എടുക്കുന്നു. എൻ്റെ 6ാമത്തെ പടം ബിജു ചേട്ടനെ വെച്ച് ചെയ്യാനുള്ള പ്ലാനാണ്. എനിക്കൊരു വിശ്വാസമുണ്ട് ബിജു ചേട്ടൻ ആ സബ്ജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പം ഞാൻ ഇപ്പോൾ പോയി പറയുകയാണ്, ഏജസ് ഓഫ് ലവ് എന്ന പറഞ്ഞ പടം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്ന പോലെ ബ്ലോക്ക് ബസ്റ്ററായി പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിജു ചേട്ടാ എനിക്കൊരു അടുത്ത ചാൻസ് തരുമോ എന്ന് ചോദിച്ചാൽ, പിന്നെ അടുത്ത് കുഞ്ചോ ബോബനെ വെച്ച് ചെയ്യാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞ് ആസിഫ് അലി, പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, രജനീകാന്ത്, ശിവകാർത്തികൻ, ഇങ്ങനെ പല ലിസ്റ്റും എൻ്റെ ഉള്ളിലുണ്ട്. ആദ്യം വന്ന റിപ്പോർട്ട് വന്ന ഹിഡൻ ജെമ്പ് എന്നാണ്. ഇത് ആമസോണിലൊരു ഹിഡൻ ജെമ്മാണെന്നുള്ള ഒരു റിപ്പോർട്ട് വന്നത്. അത് കഴിഞ്ഞ് സ്ലീപ്പർ ഹിറ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഇമോഷണൽ ഹിറ്റ്, അത് കഴിഞ്ഞ് സ്മാഷ് ഹിറ്റ്. അങ്ങനെ ഈ ന്യൂസ് കിട്ടിയ ശേഷം എനിക്കൊരു മെയിൽ വരികയും ആ മെയിലിൽ ഒരു മാം എനിക്ക് മെസ്സേജ് അയക്കുകയും, ഞാൻ ഇന്നപോലെ നിങ്ങളുടെ വർക്ക് കണ്ടായിരുന്നു, സോ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ബുക്ക് എഴുതണം എന്നുള്ള. ഇതിനേക്കാളും വേറെ എന്താ വേണ്ടത്? ഒരു സിനിമ എടുത്തിട്ട് OTT കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചിന്ത പലപ്പോഴും വരാറുണ്ട്. സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമായിട്ട് അലയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രചോദനമായിട്ട് 3 ദിവസം കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചു. അത് ആമസോണും നെറ്റ്ഫ്ലിക്സും രണ്ടുപേരും ആ സിനിമ OTT പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെയൊക്കെ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. ബേസിക്കലി അങ്ങനെ അത്ഭുതം സൃഷ്ടിച്ച ഒരാളാണ് നമ്മളോടൊപ്പം. വെൽക്കം ടു മൂവി. ഇപ്പം ആമസോൺ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ട്, ഇപ്പം നമ്മളിപ്പോൾ അറിയാം, ഫ്യൂച്ചർ ഫിലിമിൽ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ടുള്ള ചിത്രങ്ങൾ പോലും ആമസോൺ നെറ്റ്ഫ്ലിക്സിലൊന്നും സ്ക്രീൻ ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട്. പക്ഷെ ആ ടൈമിലാണ് ബേസിക്കലി ഏജ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അത് 60 മിനിറ്റ്സിൽ നിൽക്കുന്നൊരു സിനിമ ആമസോൺ എടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി സംബന്ധിച്ച് ആമസോൺ എന്നൊക്കെ ഒരു സിനിമ പിച്ച് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഫ്യൂച്ചർ ഫിലിമിൽ കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് സ്റ്റാർസ് ഉള്ള ചിത്രങ്ങൾ പോലും ഇപ്പം OTT പിച്ച് ചെയ്യാത്ത രീതിയിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ടൈമിലാണ് ഏജസ് ഓഫ് ലവ് എന്ന് പറയുന്നൊരു ഫ്യൂച്ചർ ഫിലിം OTT സ്ക്രീൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. അപ്പം അത് എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞത്? അത് ആക്ച്വലി എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ നമ്മുടെ സമൂഹത്തിൽ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അതെങ്ങനെ കൊണ്ടുവരും, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ റൂമിൽ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ കുറേ ദിവസം, ഒരു 3-4 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട്, ബിഫോർ ഡേയ്സ് 3-4 ദിവസമായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഈ തോട്ട്സ് എൻ്റെ ഉള്ളിലുണ്ട്. 3-4 ദിവസമായിട്ട് എൻ്റെ മനസ്സ് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ സമയമായി, യു ക്യാൻ ഡു ഇറ്റ്, ഓക്കെ, നിനക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റ് വേണമെന്നോ അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താ പറഞ്ഞാൽ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സീനിയേഴ്സാണ്. യെസ്. അപ്പോൾ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഇപ്പം പുതുതായി ഒരാൾ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. അപ്പോൾ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യമുണ്ട് സ്ക്രിപ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊരു വശം ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ച്, ആ സമയം ബെഡിൽ കിടന്ന് ആലോചിക്കുന്ന സമയം, ചുമ്മാ മൊബൈൽ നോക്കി ചുമ്മാ സ്ക്രോൾ ചെയ്ത് ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പെട്ടെന്നൊരു മൈൻഡിലൊരു സ്പാർക്ക് തോന്നി. അപ്പോൾ ആ സ്പാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ഫീൽ ഇറ്റ്. അത് ഞാൻ ഫീൽ ചെയ്തു. അപ്പോൾ അത് ഫീൽ ചെയ്ത സമയത്ത് എനിക്കത് എന്തോ ഞാൻ ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ് സംതിങ് എന്നുള്ള ഒരു കാര്യം. പിന്നെ മനസ്സ് നമുക്കിത് ചെയ്യാം എന്നുള്ള നമ്മുടെ ഉള്ളിൽ, ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ ഉള്ളിലല്ലേ ഫ്രണ്ട്സ് എന്ന് പറയും. ഇപ്പം നമ്മൾ തന്നെയല്ലേ നമുക്ക് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ഒരു തോട്ടാണല്ലോ, ഒരു തോട്ട് പ്രോസസ് ആണല്ലോ. ആ ഒരു സെയിം സംഭവമാണ് എനിക്ക് വന്നത്.
അപ്പം ഞാനത് അത് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുകയും പിന്നെ ഒരു ഡിസിഷൻ വരണമല്ലോ, ഒരു ഡിസിഷൻ എടുക്കണമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഈ നമ്മളൊരു പുതിയ ആളാണ്, അപ്പം നമ്മൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അപ്പം നമ്മളൊരു പുതിയൊരു ഒരാൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അപ്പം ഞാൻ ഓക്കെ, നമുക്ക് എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ തോട്ട് വീട്ടിൽ സംസാരിക്കാം, വി ക്യാൻ ടോക്ക്, വീട്ടിൽ സംസാരിക്കാം. അങ്ങനെ ഞാൻ നേരെ പോയി. അതൊരു ഫണ്ണി ആയിട്ടാണ് സംഭവം നടക്കുന്നത്. അതായത് ഒരു സ്പാർക്ക് തോന്നുന്നു, ആ സ്പാർക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നു ആ സ്പാർക്കിൽ. അങ്ങനെ ഞാൻ വീട്ടിൽ റൂമിൽ താഴേക്ക് പോയി നേരെ അച്ഛനോട് പോയിട്ട് പറയുന്നു. ആദ്യം വീട്ടിൽ പറഞ്ഞു, അച്ഛനോട് പറയുന്നു എനിക്കിങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു കാര്യം, എനിക്ക് അത്രയും ഒരു എമൗണ്ട് എനിക്ക് തരാൻ കഴിയില്ല, എനിക്ക് അത്രയും. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഐ മീൻ അത്ര ഒരു ഇതായിട്ട് വലിയൊരു ഇതായിട്ട് എടുക്കണ്ട. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ശരി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അച്ഛനൊരു തുക എനിക്ക് തരാമെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ അന്ന് ആ തുക എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. ഞാനൊരു എൻ്റെ കയ്യിൽ കാശ്, അതായത് ഞാൻ ഈ സബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാശില്ല. അപ്പോൾ ഈ കാശ് ഉള്ള അച്ഛൻ തരുന്ന ആ കാശ് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു അത്. അപ്പം ഞാനത് ആദ്യം ഓക്കെ, അച്ഛൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ ശരി. അച്ഛനൊരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളല്ല, അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹം ഫെർട്ടിലൈസേഴ്സ് ബിസിനസ്സാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, സാധാരണ ഒരു ഓഡിയനാണ് അച്ഛൻ. പക്ഷേ അച്ഛൻ അന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഞാൻ തരാം ക്യാഷ്, നിനക്കത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ഐ മീൻ എൻ്റെ ഉള്ളിലുള്ള ചോദ്യം, അതായത് നെക്സ്റ്റ് എന്താണ്? ക്യാമറയാണല്ലോ അടുത്ത നെക്സ്റ്റ് ക്യാമറ. നമ്മുടെ ഇപ്പോൾ ഒരു എമൗണ്ടിൽ വലിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സന്തോഷ് ശിവനായിട്ടോ, സന്തോഷ് ശിവൻ എന്ന് പറയുന്ന കാലം എത്രയോ ആൾക്കാരുണ്ട്, അപ്പോൾ അവരെ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഓക്കെ ഒരാൾ വേണം. അപ്പോൾ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ കോഴിക്കോടുള്ള ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ വിളിക്കുകയും അങ്ങനെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഫ്രണ്ട് പറയുകയാണ് ഇന്ന പോലെ നമ്മുടെ പാലക്കാട് തന്നെ ഒരാളുണ്ട്, നമുക്കറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ വ്യക്തി ഈ പറഞ്ഞ എൻ്റെ അടുത്ത് ടോക്ക് ചെയ്യുന്ന ഈ കോഴിക്കോടുകാരൻ്റെ ഫ്രണ്ട് എല്ലാവർക്കും സിനിമയിൽ എല്ലാവരും അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഈ ഫ്രണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹം ഇങ്ങനെ പാലക്കാടിൽ തന്നെ ഒരാളുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യും, ഈ ക്യാമറമാനെ കോൺടാക്റ്റ് ചെയ്ത പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം. പോയി മീറ്റ് ചെയ്ത അന്ന് ആ ദിവസം അവിടെ മീറ്റ് ചെയ്തപ്പോൾ പുള്ളി നോ എന്നാണ് പറഞ്ഞു. ഹീ സെഡ് നോ. അതായത് ഇതിൻ്റെ ഈ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നീ കുറച്ചെങ്കിൽ ബഡ്ജറ്റ് കൊണ്ടുപോവാ. അപ്പം ഞാൻ ആലോചിച്ച് ബ്രോ നിങ്ങളൊന്ന് സ്ക്രിപ്റ്റ് പഠിക്ക്, ഒന്ന് വായിച്ച് നോക്ക്, എനിക്കതിലൊരു വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ ആ സ്ക്രിപ്റ്റ്, അപ്പോൾ പുള്ളി ഇല്ല എസ് ഓർ നോ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു പോയത്. പക്ഷേ ഞാൻ നൈറ്റോട് നൈറ്റ് സ്ക്രിപ്റ്റ് അയക്കുകയും പുള്ളി അത് ഏറ്റവും കൂടുതൽ പുള്ളി എടുത്ത് ആ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞ് ഒറ്റ വാക്കിൽ പറയുന്നതിന് ഒരുപാട് നേരം സംസാരിച്ചു. ആദ്യം പറഞ്ഞു എന്ന പോലെ നമുക്ക് ഈ സബ്ജക്റ്റ് ചെയ്യാം, അതേപോലെ ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്, ഐ മീൻ നല്ല ഒരു സബ്ജക്റ്റാണ്, അപ്പം നമുക്കിത് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ സമയം എനിക്ക് മൊത്തത്തിൽ എനിക്കൊരു പ്ലസൻറ്റ് ഒരു സന്തോഷം എന്നല്ല, ഒരു ഹാപ്പി എന്നൊക്കെ പറയാലോ അങ്ങനെ. കാരണം ഈ സിനിമ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരുന്ന ഒരു വ്യക്തിക്ക് ആ സമയം ആ പുള്ളി പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒന്നും ആരാന്ന് പോലും എനിക്കറിയില്ല, ഈ പുള്ളി ആരാന്നറിയില്ല, ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പറഞ്ഞ മുഖാന്തരമാണ് നമ്മൾ കമ്പനി ആവുന്നത്, അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ പുള്ളിയോട് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു അടുത്ത ദിവസം ഷൂട്ട് വെക്കാം എന്നുള്ള ഒരു കാര്യം പുള്ളി എന്നോട് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ് നായകനില്ല,
നായകനില്ല, നായികയില്ല, ബാക്കിയല്ലോ ഓക്കെ. എന്നിട്ട് ഞാൻ ആ നൈറ്റ് തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തെ അവനെ വിളിക്കുകയും അവനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന പോലെ സബ്ജക്റ്റ് പറയും. അവൻ്റെ പേര് ഉണ്ണിമേഖല എന്നാണ്, അവൻ്റെ പേര് ഉണ്ണിമേഖല. അപ്പോൾ ഉണ്ണിമേഖലിനെ വിളിക്കുകയും അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, നീ ചെയ്യണോ, നീ കുറേ ആയിട്ട് ട്രൈ ചെയ്യല്ലേ, നീ ചെയ്, അത് നിനക്കൊരു നല്ലൊരു റോളായിരിക്കും നീ. അപ്പോൾ അവൻ പറഞ്ഞു ശരി നീ സ്ക്രിപ്റ്റ് അയക്കും നോക്കട്ടെ എന്നുള്ള ഒരു കാര്യം പറയും. അവനത് റീഡ് ചെയ്ത ശേഷം അവൻ പറഞ്ഞു യെസ് നമ്മൾ ചെയ്യണം, അത് ചെയ്യാം എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നായികയില്ല. നായകനൊക്കെ ആയി, നായികയില്ല. അപ്പോൾ നായികയില്ലാത്തപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു ചായക്കട, ഞങ്ങളൊരു നാട്ടിലൊരു ചായക്കടയുണ്ട്, ഒരു ടീ ബ്രേക്ക് പോലെ തന്നെ, ഇപ്പോൾ പനമലനറിലുള്ള ഒരു ടീ ബ്രേക്കർ പോലെ തന്നെ വേറെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും പോയി സ്പെൻഡ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ വേറൊരു ടീമുണ്ട്, അവന്മാർ നമ്മൾ ക്ലോസ് ആണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ അവരോട് ഞാൻ ഈ കാര്യം പറയുകയും അവർ ഒരു കുട്ടീനെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഒരു പെൺകുട്ടിയെ റെക്കമെൻഡ് ചെയ്തു, ഇങ്ങനെ അവൾ ഇങ്ങനെ ഫാഷൻ ഡിസൈനറാണ്, അപ്പോൾ അങ്ങനെ അവളെ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോ അയക്കും. എനിക്ക് അത്ര സന്തോഷമായി, കാരണം എൻ്റെ കഥാപാത്രം അങ്ങനെ വന്ന് നിന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. അന്ന് ഒരു ഭാഗ്യമായിട്ട് ആ ദിവസം തന്നെ അവളോട് പറഞ്ഞു സിനിമയാണ് ചെയ്യുന്നത്, സോ നമുക്ക് സിനിമ ചെയ്യുന്നു എന്ന് അവളോട് പറഞ്ഞില്ല, ഒരു വർക്ക് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഇത് സിനിമ ആവുമോ എന്നുള്ളൊരിത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു, കാരണം ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ സിനിമ ആവുമോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ അപ്രോച്ച് ചെയ്യും. അവൾ നേരെ വീട്ടിലേക്ക്, അടുത്ത ദിവസം രാവിലെ നേരത്തെ കാലത്ത് അവൾ വീട്ടിലേക്ക് വരികയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത ഫസ്റ്റ് ഷോട്ട് എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡുള്ളൊരു വീട്ടിലാണ് ഞാൻ ആദ്യം ഷോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അവിടെ ആ ഷോട്ട് വെച്ചു. അവിടെയുള്ള ജനങ്ങളെല്ലാവരും കാണാൻ വന്നു. അവർക്ക് ഇത് എന്താണെന്നുള്ളത് അറിയില്ല, എന്താ പറയുക, ഞാനെന്തോ ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ആ ഒരു ഫീലിൽ അവർ എല്ലാവരും കണ്ട് അങ്ങനെ അവിടെ ക്രൗഡ് കയറി നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന വർക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി. അപ്പം ഈ ആമസോൺ എന്ന് പറയുന്നൊരു സംഗതിയാണല്ലോ, ഇപ്പൊ ആമസോൺ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ സ്ക്രീൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഇപ്പൊ ക്യാമറ ചൂസ് ചെയ്യാൻ നേരത്ത് പോലും അതിന് വേണ്ടിയുള്ള ക്യാമറാസ് ചൂസ് ചെയ്യണം. ഇങ്ങനത്തെ കുറെ ഇതുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ നിങ്ങൾ കീപ്പ് ചെയ്തു? അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തായിരുന്നു. അതായത് നെറ്റ്ഫ്ലിക്സിനാണ് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തത്. ഐ മീൻ മറ്റേ ഒരു OTT ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടാണ് അപ്രോച്ച് ചെയ്തത്. അവർ പറഞ്ഞ ക്യാമറയൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല, ആ ഒരു ബുദ്ധിമുട്ട് കാരണം. പിന്നെ പക്ഷെ അവർ പറഞ്ഞ കാര്യത്തിൽ ഞാനത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ആലോചിച്ചു. പിന്നീട് അത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഔട്ട്ലെറ്റ്, മറ്റേ ഒരു ഫോം പോലെയുള്ള കാര്യം, അതായത് ഫോം പറഞ്ഞ ഒരു കാറ്റലോഗ് പോലെയുള്ള ഒരു കാര്യം അവർ എനിക്ക് അയച്ചു തരികയും അതിൽ എല്ലാ കാര്യങ്ങളും വിവരമായിട്ട് ക്യാമറാസിൻ്റെ രീതികളെല്ലാം അയച്ചു തരും. അപ്പോൾ ഞാൻ ആലോചിച്ച സമയത്ത് എനിക്കത് അങ്ങോട്ട് പറ്റും എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നു. പിന്നീട് ഞാൻ ക്യാമറമാനോട് സംസാരിക്കുകയും ക്യാമറമാൻ ആദ്യം നോ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നെറ്റ്ഫ്ലിക്സ് ഉറപ്പാണോ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഇല്ല, നെറ്റ്ഫ്ലിക്സ് ഉറപ്പാണ്, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഇല്ല, നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ബഡ്ജറ്റിൽ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ ലെൻസ് വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ നമുക്ക് ചെയ്യാം. അപ്പോൾ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞു, ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു. ഇപ്പം അതുപോലെ തന്നെ വേറൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും ന്യൂകമേഴ്സ് ആണ്, പ്രൊഫഷണൽ ആക്ടേഴ്സ് അല്ല. അപ്പം അത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംബന്ധിച്ച് 3 ദിവസം കൊണ്ടിട്ട് അതെങ്ങനെ ചാർട്ട് ചെയ്യും, അതിനെങ്ങനെ ഷെഡ്യൂൾ? അതാ ഞാൻ പറഞ്ഞത്. അതില് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പടത്തില് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫോണിലായിരുന്നു. ഫോണിൽ വിളിക്കുക, എൻ്റെ കൺട്രോളറിനെ വിളിക്കുകയും ആ പുള്ളിയാണ് എല്ലാവരെയും അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ
ഞാൻ ആരാണ്, ഞാൻ അങ്ങനെ ഈ ആൾ വേണം എന്നുള്ളതല്ല. ഓക്കെ, ആരാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് ഈ സ്ക്രിപ്റ്റിനോട് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ ചെയ്ത സ്ക്രിപ്റ്റിനോട് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്ത് ഞാൻ എല്ലാം അങ്ങോട്ട് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലേക്ക് വന്നതാണ്. അപ്പം എങ്കിൽ തന്നെയും സംബന്ധിച്ച് സ്റ്റോറി ഇപ്പൊ ബ്രീഫ് ചെയ്യുക, ആ ടൈമിൽ ഇവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുക, അതിനൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഷോർട്സ് ഒരുപാട് ഇപ്പൊ നമ്മള് ഷോർട്സിന് വേണ്ടി കാത്തിരിക്കുക, ഒരുപാട് ടേക്സ് എടുക്കുക. അപ്പം അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്തത്? അത് ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് എഴുതിയത് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാന്നറിയില്ല. ഇപ്പൊ പ്രേക്ഷകരാണെങ്കിൽ ഇത് വിശ്വസിക്കാന്നറിയില്ല. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടാണ് ഞാൻ എഴുതിയത് ഈ സ്ക്രിപ്റ്റ്. എനിക്ക് അങ്ങനെ ഒരു സ്പാർക്ക് വന്നു, ഞാൻ അങ്ങോട്ട് അങ്ങനെയായിരുന്നു. അതായത് ആക്ച്വലി മൊബൈലിൽ ടൈപ്പ് ചെയ്യുമായിരുന്നു ചെയ്തത്. ആ ഒരു തോട്ടിൽ അങ്ങനെ ടൈപ്പ് ചെയ്തായിരുന്നു ചെയ്തത്. അപ്പോൾ അതങ്ങനെ ഡെവലപ്പായി വന്നപ്പോൾ ഒരു ദിവസത്തിലാണ് ഞാൻ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോണത്, ഇത് ഏത് രീതിയിലുള്ള സബ്ജക്റ്റാണെന്നുള്ള ഒരു എങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമായി. പിന്നെ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിലാണ് ഞാൻ വിജയിച്ചത്. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. അതായത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് കറക്റ്റ് ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ മൈൻഡിൽ ആദ്യം എനിക്കൊരു കാര്യം തോന്നിയായിരുന്നു. അതായത് ഞാൻ തന്നെ ഈ ക്യാരക്ടർ ചെയ്താലോ എന്നൊരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ വേണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വൃത്തിക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഞാൻ ആദ്യം എൻ്റെ മൈൻഡിൽ കൊണ്ടുവരികയും അത് വെച്ച് ഞാൻ ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പ്ലേസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പക്ഷേ പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെയായിരുന്നു പ്രീ പ്ലാൻ. മനസ്സിലായി? അതായത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. നമ്മുടെ മനസ്സ് തന്നെയാണ് അതിൻ്റെ ഒരു ഇതായിരുന്നത്. ഇപ്പം ഈ ക്രൂവിനെ ചൂസ് ചെയ്യാന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഇപ്പം ഈ പറഞ്ഞ 3 ദിവസം കൊണ്ട് ഒരു ഫിലിം ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യ ഘടകം എന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് ക്രൂവിനെ അസൈൻ ചെയ്യാന്നുള്ള സംഗതിയാണ്. അപ്പം അതെങ്ങനെയായിരുന്നു അതിലേക്ക് വന്നതും? ക്രൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരാരെയും എനിക്ക് അറിയില്ല, മുൻപ് എനിക്ക് പരിചയമില്ല. ഇതിപ്പോൾ ക്യാമറമാൻ വന്നു, ക്യാമറമാൻ്റെ കൂടെ തന്നെ മഹേഷ് ഏട്ടൻ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, പുള്ളി അങ്ങനെ വരികയാണ്. അങ്ങനെ പുള്ളിയോട് സംസാരിക്കുകയും പുള്ളിക്കും ആ ടീമിൽ നമ്മുടെ സ്റ്റോറിയോട് ഇഷ്ടപ്പെടുകയും സ്റ്റോറിയിൽ ഓക്കെ ഞാൻ വർക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം വരികയും എല്ലാവരും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട് വന്നു. ഇവരാരും എൻ്റെ ഉറ്റ സുഹൃത്തോ, ഇന്ന് സുഹൃത്താണ്, ഇന്ന് ഇവരില്ലെങ്കിൽ ഈ സിനിമയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ അത്രയും നല്ല ഫ്രണ്ട്സുമാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളാണ് എന്നുള്ളതല്ലേ. പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നല്ല, ഇവിടെ ചേട്ടൻ എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ സ്വന്തം ചേട്ടൻ പോലെ, അതായത് പ്രൊഡക്ഷൻ കൺട്രോൾ ചേട്ടൻ, അങ്ങനൊരു ഇതാണ്. അപ്പം ആ ഒരു ഇതെനിക്ക് ഇതിൽ നിന്ന് കിട്ടി. എനിക്ക് ഓട്ടോമാറ്റിക്കായി എൻ്റെ ആ ഒരു ടീമായിട്ട് അത് മാറി. ഇപ്പം ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ ഇമോഷൻസിന് ക്യാരി ചെയ്യാന്നുള്ള സാധ്യത. ഇപ്പൊ ഈ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫിലിം ആണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴേക്കും ഈ പറഞ്ഞ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അല്ലാത്തപ്പോൾ തന്നെ അതിനെ എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്തത്? അത് ഞാൻ അവിടെ പ്രസന്റ് ടൈം, അതായത് ഞാൻ ആക്ട് ചെയ്തിട്ടാണ് അവരത് ഒബ്സർവേഷൻ ചെയ്ത് അവിടെ ചെയ്തത്. ഞാൻ അവിടെ സ്പോട്ട് ആക്ടിങ് ചെയ്തായിരുന്നു. ഞാനൊരു ആക്ടറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് ഞാൻ കൺവേ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഉണ്ണി നല്ലൊരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അവനത് ഒബ്സർവേഷൻ കൂടുതൽ അവന് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമർ ആക്ടറാണ്. ഞാനിപ്പോൾ ഒരു കാര്യം സഡൻലി ഒരു കാര്യം പറയുന്നത് ഞാൻ അത് തക്കുന്ന സമയത്ത് ചെയ്യും. ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെത്തേഡ് ആക്ടിങ് ആണ്. അതായത് ഒരു പറഞ്ഞു തരുന്നത് അതങ്ങനെ മൈൻഡിൽ കോപ്പി ചെയ്ത് അതങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിങ് സ്കില്ലാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അത് മോർ ദാൻ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു ആക്ടിങ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ മൈൻഡിലെടുക്കുകയും ആ ക്യാരക്ടറായി മാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനൊരു ഇതുണ്ട്. ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞു.
പിന്നെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ? അത് മോർ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് എഡിറ്റർ ഉണ്ടായിരുന്നില്ല. എഡിറ്റർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ, അവൻ്റെ പേര് അമൽ എന്നാണ്. അപ്പോൾ അവനെ ഞാൻ വിളിക്കുകയും അവനെ വിളിച്ചിട്ട് അവനോട് ഈ എടുത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യും, ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് നോക്കിയ സമയത്ത് 30 മിനിറ്റ് പടം ഉണ്ടായിരുന്നു എടുത്തത്, ഒരു ദിവസം കൊണ്ട് എടുത്തത്, വൺ ഡേ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇനി 30 മിനിറ്റ് വേണം. ഇപ്പോൾ ഒരു സിനിമ 60 മിനിറ്റ് നമുക്ക് വരണം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫീച്ചർ ഫിലിം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എഡിറ്റർ ഇല്ല. അപ്പോൾ ഒരുപാട് അവിടെ ഒരു കോംപ്ലിക്കേഷൻ വന്നു. അവിടെ ഇനി അടുത്ത് എങ്ങനെ മൂവ് ചെയ്യും, ഞാൻ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് സിനിമ ഉണ്ടാവണം, എൻ്റെ മനസ്സിലതാണ്. അപ്പോൾ എൻ്റെ മനസ്സ് തന്നെ മോട്ടിവേറ്റ് ചെയ്തു, യു ക്യാൻ ഡു ഇറ്റ്, ഫ്രണ്ടിൽ ചെയ്. അപ്പോൾ ഞാൻ ക്യാമറമാനോട് സംസാരിക്കും. അദ്ദേഹം പറയുന്നത് ഓക്കെ, നമുക്ക് ഇപ്പോൾ ചെയ്തതെല്ലാം ഓക്കെ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ തന്നെ വെച്ചിട്ട് കണ്ടിന്യൂഷനായിട്ട് കഥ പോട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പോവാം. ശരി, നമുക്ക് അങ്ങനെ തന്നെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് എഡിറ്ററിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പുള്ളി പറഞ്ഞു, എഡിറ്റർ ഞാൻ സെറ്റ് ചെയ്യടാം, അതും കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല, അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നീ അത് പറയാവണ്ട, നീ ഇപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്ത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു മോട്ടിവേറ്റ് തരുകയും അത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഇവളെ വിളിച്ചു, നായികയെ വിളിച്ചു. അവൾ സ്ഥലത്തില്ല, അവൾ ദുബായ് പോയി. കാരണം അവരോട് ആരോടും ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞില്ല. കാരണം നമുക്ക് തന്നെ ഇത് സിനിമ ആവുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു അടി. അപ്പോൾ അവൾ പോയി. ഇവനെ വിളിച്ചപ്പോൾ ഇവനും പോയി. രണ്ടുപേരും പോയി, രണ്ട് സൈഡ് പോയി. ഞാൻ പെട്ടു. അപ്പോൾ ഇനി അടുത്തെന്താ ഓപ്ഷൻ? ഇത് സിനിമയാക്കണം, പിന്നെ അടുത്തെന്താ ഓപ്ഷൻ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ അവൻ്റെ അനിയൻ ഭയങ്കര സിനിമയോട് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. സിനിമയിൽ എങ്ങനെ അസിസ്റ്റൻ്റ് ചെയ്യണം, വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതല്ല ആൾക്ക്. കുറേ വിഷൻ ഉണ്ട്, ഓരോ വിഷൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വരണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ആ പുള്ളിയോട് ഞാൻ സംസാരിക്കും. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ബ്രോ നമുക്കൊരു ആന്തോളജി ആലോചിക്കുകയും, ആന്തോളജി ഇതിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷനില്ല. അപ്പോൾ ബ്രോ ഒരു കാര്യം ചെയ്യും, ഇനി ഒരു 2 സ്റ്റോറിയും കൂടെ എഴുതിയിട്ട് നീ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ, അത് ശരിയാവും. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, എന്ത് എഴുതാം എന്നുള്ളൊരു. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഓക്കെ, നമുക്കൊരു 2 സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അന്നത്തെ നൈറ്റ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തോன்னா അതൊരു മാജിക്കാണ്. അപ്പോൾ എനിക്ക് മോർ ഡിഫിക്കൽട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റോറി കഴിഞ്ഞു, എൻഡ് ഓഫ് ദിസ് സ്റ്റോറി, യെസ്. അപ്പോൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി പുതിയൊരു സ്റ്റോറി വരണം. അപ്പോൾ ഇതിനുള്ള അനുസരിച്ചുള്ള ഒരു മോഡുലേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പിൽ അത് ഉണ്ടാവണം, കണ്ടിന്യൂറ്റി ആയിട്ട് ഉള്ള രീതിയിൽ ഉണ്ടാവും. അപ്പോൾ 2 സ്റ്റോറി ഉണ്ടാവുന്ന സമയത്ത് അത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അതെല്ലാം കണക്ട് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അതുണ്ടാവണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്ത് 2 സ്റ്റോറി ഞാൻ നൈറ്റോടെ നൈറ്റ് ചെയ്ത് വന്നപ്പോൾ ഈസ് ബ്യൂട്ടിഫുൾ. അത് എനിക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറം ഒരു ബ്യൂട്ടിഫുള്ളായി. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, അവന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ്റെ ഒരു സജഷനിൽ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ. യെസ്, ലവ് ട്രാക്കിലാണ്. പക്ഷേ ഈ ലവ് ആണെങ്കിലും ഇപ്പോൾ ഒരു വൾഗാരിറ്റി ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതൊരു കിസ് സീനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് നോർമൽ നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന പല മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലർ കാണുന്നു, ഒരു ദിവസം ഒരു പ്ലേസിൽ വെച്ച് കാണുന്നു. ആ പ്ലേസിൽ വെച്ച് കണ്ട് അവർ ഇപ്പോൾ ഒരു ഗേളിനെ നമ്മൾ കാണുന്നു, ഒരു പ്ലേസിൽ വെച്ച് കാണുന്നു. അപ്പോൾ ആ നിമിഷം പുതിയ 2 സ്റ്റേഞ്ചസ്. അപ്പോൾ 2 പേരും അവിടെ സംസാരിക്കുമോ ഇല്ലയോ, അപ്പോൾ അവർ ഫ്രണ്ട്സ് ആകുമോ ഇല്ല, ആ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ നടന്ന കുറേ അനുഭവങ്ങളാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്.
ഇപ്പം ഈ ആമസോണിലൊക്കെ ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച പോലെ തന്നെ ആമസോൺ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഫ്യൂച്ചർ ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഗൈഡ് ലൈൻസ് എന്തായിരിക്കും? ആമസോണിൽ സിനിമ ചെയ്യുന്നത് നമുക്ക് സിനിമ ചെയ്യുന്നത് കുഴപ്പമില്ല. സിനിമ ചെയ്യാൻ എത്രയോ പേര് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ആമസോണിൽ ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2021 22 എനിക്ക് കറക്റ്റ് ഇയർ ഓർമ്മയില്ല. നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്താൽ മാത്രമേ OTTക്ക് എടുക്കുള്ളൂ എന്നുള്ളൊരു കാര്യം ഇവിടെ കൊണ്ടുവന്നു. അപ്പം അത് ഇപ്പോൾ വളരെയധികം ഡിഫിക്കൽട്ടാണ് എല്ലാവർക്കും. ഇപ്പം സിനിമ ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓൺലി ഓപ്ഷൻ ഫോർ അബ്രോഡ് ഓർ യൂറോപ്പ് ലൈക്ക് അങ്ങനെ നമ്മൾ ഓപ്ഷൻ ഉള്ളൂ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യണം. ഇപ്പോൾ അപ്പം അബ്രോഡ്സിലൊക്കെ ബേസിക്കലി ഇപ്പം വർക്കായാൽ ഈ ഫിലിം വർക്കായി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ റിലീസോ? ഇല്ല, അവിടുത്തെ റിലീസ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഇപ്പം നമ്മുടെ പടം പറഞ്ഞാൽ ഗ്ലോബലി എന്നാണ് റിലീസ്, വേൾഡ് വൈഡ് റിലീസല്ല, ഗ്ലോബലി റിലീസാണ്. അപ്പോൾ ഗ്ലോബലി റിലീസ് ഇന്ത്യയിൽ മാത്രമാണ് ഇല്ലാത്തത്. ഇപ്പം ഇന്ത്യയിലേക്ക് നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു അഗ്രിഗേറ്റർ ഫീ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ അബ്രോഡ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല, അങ്ങനെയല്ല. നല്ല വർക്കാണെങ്കിൽ ദേ വിൽ സപ്പോർട്ട്. അതായത് അവർക്ക് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഇതിലെല്ലാം പുതുമുകളാണ്, ആരും ആർട്ടിസ്റ്റ് ഇല്ല, അവർ ആ കണ്ടന്റ് മാത്രമാണ്. ഇപ്പം ഞാൻ ഈ സിനിമ എടുത്തു കഴിഞ്ഞ് അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ ട്രെയിലർ കണ്ട് ട്രെയിലർ കണ്ട ശേഷം അവർ നമ്മൾക്ക് മെസ്സേജ് അയക്കുകയും മെസ്സേജ് അയച്ചത് അവർ ആദ്യം പറഞ്ഞത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ട്രെയിലർ കണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് സിനിമ അയക്കാൻ പറയും, സിനിമ ഞാൻ അയക്കുകയും സിനിമ അയച്ച് അവർക്ക് അത് ഇഷ്ടപ്പെടുകയും അവർ പറഞ്ഞൊരു വാക്ക് ഇറ്റ് ഈസ് എ ലവ്ലി, ഒരു വാക്ക്. ആ ഒരു വാക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും ആ സമയത്ത്. കാരണം ഒരു പുറത്തുള്ള ഒരു വ്യക്തി, നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി നമ്മളെ ഇത്രത്തോളം അവർ ആ സിനിമയോട് ഇൻവോൾവ് ആയി, അവർക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിരുന്നു ആ സമയം. അതുപോലെ തന്നെ ഈ അബ്രോഡ്സ് എന്നുള്ള ഇല്ലെങ്കിൽ ഇതിന്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ റെസ്പോൺസ് ഉണ്ടല്ലോ, ഇപ്പം ആ റെസ്പോൺസിൽ ഏറ്റവും അട്രാക്റ്റീവ് വാച്ച് ടൈം ഭയങ്കരമായിട്ട് ഉള്ള രീതിയിലാണല്ലോ ഇപ്പൊ ആമസോണിന്റെ സൈഡിൽ നിന്നുള്ള റിവ്യൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം റിലീസ് ചെയ്യുന്ന 6 ആഴ്ച കഴിഞ്ഞ് റിലീസ് ആവുന്നു എന്നാണ് പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ശേഷം, ഡിസ്ട്രിബ്യൂഷൻ കൊടുത്ത ശേഷം 6 ആഴ്ച കഴിഞ്ഞ് റിലീസ് പെട്ടെന്ന് റിലീസ് ചെയ്തു ആമസോൺ. എൻ്റെ ഒരു തോട്ടാണ് ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മേ ബി they are believe that subject they are believing it will hit. They maybe before they are admire the story like whatever it is, I don't know, but അങ്ങനെ വല്ല സംഭവിച്ചിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ പടം ഹിറ്റാവും എന്നുള്ളത്. അവർക്ക് അറിയുന്നതുകൊണ്ടായിരിക്കാം ഒരു കാര്യം പെട്ടെന്ന് സഡൻലി ഒരു സർപ്രൈസ് ആണ് തന്നത്. they give the surprise for me because അവർ പറഞ്ഞത് 6 ആഴ്ച, പക്ഷെ 4 ദിവസത്തിൽ അവർ റിലീസ് ചെയ്തു. അപ്പം ആദ്യം വന്ന റിപ്പോർട്ട് തന്നെ ഹിഡൻ ജെമ്പ് എന്നാണ്. ഇതൊരു ഹിഡൻ ജെമ്മാണ്, ഇത് ആമസോണിൽ ഒരു ഹിഡൻ ജെമ്മാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് സ്ലീപ്പർ ഹിറ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഇമോഷണൽ ഹിറ്റ്, അത് കഴിഞ്ഞ് സ്മാഷ് ഹിറ്റ്, അങ്ങനെ ക്യൂജ് ഹിറ്റ്, അങ്ങനെ ഒരുപാട് ഹിറ്റ്. ഒരുപാട് പേര് വാച്ച് ചെയ്തു. ഇപ്പൊ ഡിസ്കഷൻ ഇപ്പോൾ മേ ബി 2 ലക്ഷം അല്ലെങ്കിൽ 2 കോടി പേര് എന്നൊക്കെ പറയാം വേണമെങ്കിൽ. കാരണം ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ ട്രെൻഡിൽ ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഈ പടമാണ് അവിടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പടവും ഞാൻ മറ്റേ വേറൊരു മൂവിയും കൂടെ ഉണ്ട്. ഒരു TV സീരീസ് ആണ്. അത് നോവലിനെ ബേസ് ചെയ്തെടുത്താണ്. അപ്പോൾ ആ നോവലിനെ ബേസ് ചെയ്തത് ഒരു ഹിറ്റ് നോവലാണ്. ആ നോവലിൻ്റെ പേരെന്താണ്, എവരി സമ്മർ ആഫ്റ്റർ എന്നാണ്. എവരി സമ്മർ ആഫ്റ്റർ എന്നുള്ള നോവലാണ്. അപ്പം അത് ഈ നമ്മുടെ സിനിമ മെയിൽ റിലീസ് ചെയ്യും, അത് ജൂണിൽ റിലീസ് ചെയ്യായിരുന്നു. പക്ഷെ അത് നോവലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, TV സീരീസ്.
ഇപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആമസോൺ കൂടുതലായിട്ട് എഡ്ജസ് ഓഫ് ലവിനെയും ആ സീരീസിനെയും ആ എവരി സമ്മർ ആഫ്റ്റർ എന്ന് അത് ബുക്കിൻ്റെ പേരാണ് എവരി സമ്മർ ആഫ്റ്റർ. ഇത് വേറെ നെയിമാണ്, അത് എവരി ഇയർ ആഫ്റ്റർ എന്നാണ് ഈ TV സീരീസിൻ്റെ നെയിം. ബുക്കിൻ്റെ നെയിം എവരി സമ്മർ ആഫ്റ്റർ എന്നാണ്. അപ്പോൾ ആ നോവലും നമ്മുടെ സിനിമ, അതായത് നമ്മുടെ സിനിമയും ആ നോവലിനെയും കുറിച്ച് കമ്പയർ ചെയ്താണ് സംസാരിക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ന്യൂസ് കിട്ടിയ ശേഷം ഈ ന്യൂസ് കിട്ടിയ ശേഷം എനിക്കൊരു മെയിൽ വരികയും ആ മെയിലിൽ ഒരു മാം എനിക്ക് മെസ്സേജ് അയക്കുകയും ഞാൻ ഇന്നുപോലെ നിങ്ങളുടെ വർക്ക് കണ്ടായിരുന്നു, സോ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ബുക്ക് എഴുതണം എന്നുള്ള. ഇതിനേക്കാളും വേറെ എന്താ വേണ്ടത്? ഇത് എൻ്റെ ഫസ്റ്റ് പടത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ, എന്നെക്കുറിച്ച് ബുക്ക് എഴുതണം, ഞാൻ ആരാ, എന്നെക്കുറിച്ച് ബുക്ക് എഴുതണം എന്നൊരു കാര്യം പറയുമ്പോൾ അവിടെ എൻ്റെ വർക്ക് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുകയും അവർക്ക് എത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയും അവർക്ക് എന്തോ ഒരു കാര്യം അവിടെ സ്പാർക്ക് ആയതുകൊണ്ടാണല്ലോ അവരത് പറയുന്നത്, എന്നെക്കുറിച്ച് ബുക്ക് എഴുതണം. അപ്പം ഞാൻ ആരാ? എൻ്റെ ഉള്ളിൽ ചോദിച്ച കാര്യം ഞാൻ ആരാ, എന്നെക്കുറിച്ച് എങ്ങനെ ബുക്ക്. അപ്പോൾ അവർ ഓപ്പണായിട്ട് എൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് അവിടെ വയ്ക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു ബുക്ക് എഴുതണം, നിങ്ങളുടെ കയ്യിൽ ഒരു കഥയുണ്ട്, നിങ്ങളുടെ ജീവിതം ഒരു കഥയുണ്ട്, അപ്പം ഞാൻ അത് എനിക്ക് ബുക്ക് എഴുതണം എന്നുള്ളത്. അവർ ആമസോണിൽ സെയിൽ ചെയ്യുന്ന ഓതേഴ്സാണ്, ബുക്സ് എഴുതി സെയിൽ ചെയ്യുന്ന ഓതേഴ്സാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ അത് സംസാരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഉടനെ ഞാൻ USA പോവും. അങ്ങനെ ഒരു ടോക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച്, ഇപ്പൊ ഫസ്റ്റ് പ്രോജക്റ്റ് ഈ പറഞ്ഞ പോലെ സക്സസ് ആയിട്ട് ഒരുപാട് ആളുകൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് എന്താണ്? അടുത്ത പ്രൊജക്റ്റ് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും. അതായത് അത് നമ്മൾ നല്ലൊരു ബഡ്ജറ്റിൽ ചെയ്യാനുള്ള പ്ലാനാണ്. അത് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ആക്ടേഴ്സ് ഒക്കെ വരുന്ന അതിന് എനിക്ക് കുറച്ചും കൂടെ സമയം വേണമെന്ന് വിചാരിക്കുന്നു. അതായത് എനിക്കിപ്പോൾ ഒരു സ്പേസ് ഞാൻ ആവശ്യപ്പെടുന്നു, ഒരു സ്പേസ് നമുക്ക് വേണം എന്നുള്ള. തീർച്ചയായിട്ടും ഞാൻ ചെയ്യും, പക്ഷേ എനിക്കൊരു സ്പേസ് ആവശ്യമുണ്ട് ഇപ്പോഴത്തേക്ക്. അപ്പോൾ ഇനിയുള്ള 4 പടം എനിക്ക് OTT ഡയറക്റ്റ് റിലീസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് എൻ്റെ പേരൊരു ബ്രാൻഡായി ജനങ്ങളത് ഏൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അവർക്കൊരു വിശ്വാസം വരും, ഓക്കെ ഹി വിൽ ഡു സംതിങ്, ഹി ഗീവ് സംതിങ് ഹി ഹാവ്. സോ അപ്പോൾ എന്തോ അവൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അവൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, അവൻ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഏജസ് ഓഫ് ലവ് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അടുത്ത പടം എന്ന് പറയുന്നത് ഫ്ലഡാണ്, കേരളത്തിൻ്റെ ഫ്ലഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ട്, അപ്പം നിങ്ങൾ ചോദിക്കാം 2018 വന്നല്ലോ, ഇനി എന്തിനാണ് ഫ്ലഡ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് ഒരു കാര്യം പറയാം, എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിരുന്നു അത്. ആ ഫ്ലഡ് എന്ന് പറഞ്ഞത് മനുഷ്യനെ ഉലുക്കിയ, അതായത് നമ്മുടെ മനസാക്ഷിനെ നെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ പേര് മരണപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പത്തനംതിട്ടയാണ് 100% സ്പോട്ട് ചെയ്ത കാര്യങ്ങൾ. അവിടെയാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അതൊന്നും ആ സിനിമയിൽ അവർ കാണിക്കുകയോ അവരൊന്നും ചെയ്തിട്ടില്ല. അവരെ ഞാൻ എന്താ പറയുക, ഇതായി പറയല, ഐ മീൻ ഇപ്പം ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ വലിയ ആളാണ്, അങ്ങനെയൊന്നുമല്ല, ആ രീതിയൊന്നുമല്ല. ആരും ഇവിടെ വലിയ ആളൊന്നുമല്ല, വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ പടം എനിക്ക് അത്രയ്ക്ക് ഒരു വർക്കായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഫ്ലഡ് എടുക്കുന്നു. പക്ഷേ ഈ ഫ്ലഡ്, ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഈ ഫ്ലഡ് നിങ്ങൾക്കൊരു വേറൊരു പുതിയ അനുഭവം, അതായത് എന്താണോ നടന്നത് അത് ക്ലിയർ ആയിട്ട് ഞാൻ എടുക്കുന്നു. അതായത് പത്തനംതിട്ടയായിരിക്കും ഫുൾ ഫോക്കസ് ചെയ്യുന്ന കഥ. ആ പത്തനംതിട്ടയിൽ 100% ഷൂട്ട്, പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഈ 13 ജില്ല, പാലക്കാട് പല പ്ലേസിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ പാലക്കാട് അത്ര എഫക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പം എടുക്കാൻ പോകുന്ന ഈ ഫ്ലഡ് സ്റ്റോറി നമുക്ക് നല്ല ഒരു ഔട്ട് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ
അവരെ ഞാൻ മോശമായി പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കൂടുതലും കുറച്ചും കൂടെ നന്നായിട്ട് അത് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു 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 റിയൽ സംഭവം നടക്കുന്നു അല്ലേ. അപ്പോൾ ആ റിയൽ സംഭവം പേപ്പർ കട്ട്സ് മാത്രം വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടാവും? ഇപ്പോൾ ന്യൂസ് കാണുന്ന പോലെ ഉണ്ടാവുള്ളൂ. പലർക്കും അത് ഇഷ്ടപ്പെടില്ല, ശരിയല്ലേ? 2018 പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനൊരു ഫീൽ ഇതിലുണ്ടാവില്ല, ഞാൻ ചെയ്യുന്ന ഇതിൽ വർക്കിലുണ്ടാവില്ല. സോ അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കാം 2018 ഓൾറെഡി എടുത്തല്ലേ, അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആൾക്കാർ ഇനിയിപ്പോൾ ഇപ്പോൾ 2018 ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടല്ലോ, അങ്ങനെ ഒരു ഫീലോ. പക്ഷേ ആ ഫീല് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ OTT റിലീസ് ചെയ്യുന്നത്. കാരണം തിയേറ്ററിൽ എനിക്ക് ആ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി അടുത്ത പടം എല്ലാം പുതുമുകൾ തന്നെയാണ്. അപ്പോൾ ഈ പുതുമുകളായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് പുതുമുകളായിട്ട് തന്നെ പോകുന്നത്? ഇപ്പോൾ ഈ ഒരു സിനിമ വെച്ച് മാത്രം എനിക്ക് ചിലപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. എത്താൻ പറ്റുമായിരിക്കാം, മേ ബി, അറിയില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സ്പേസാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൊത്തം 6 പടം, അതായത് ഇപ്പോൾ ഏജസ് ഓഫ് ലവ് കൂടി ഇനിയിപ്പോൾ ബാക്കിയുള്ള 4 പടം, ഇപ്പോൾ മൊത്തം 5 പടം. ഈ 5 പടം OTT, അതായത് മൊത്തം ഇപ്പോൾ നമ്മൾ എൻ്റെ ഫിലിം കരിയർ എടുക്കുന്ന സമയത്ത് 5 പടം OTT, 6ാമത്തെ പടം നമ്മൾ തിയേറ്റർ റിലീസ്. അപ്പോൾ തിയേറ്റർ റിലീസ് ആൾക്കാർ വിചാരിക്കും അപ്പോൾ ഇനിയും പുതുമുകളാണോ എന്നുള്ള ഒരു കാര്യങ്ങൾ വരും. കാരണം ഇത്രയൊക്കെ പുള്ളി പറയുന്നു, അപ്പോൾ പുള്ളി ഇനി അടുത്ത സ്റ്റേജ് പുതുമുകളിനെ വിട്ട് പുള്ളി ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുമോ എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. യെസ്, ഞാൻ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അത് 6ാമത്തെ പടം, എൻ്റെ 6ാമത്തെ പടം ബിജു ചേട്ടനെ വെച്ച് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ബിജു ചേട്ടനെ വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ ഫിലിമാണ് പ്ലാൻ ചെയ്യുന്നത്. ഹൊറർ ഫിലിമാണ് അത്. ഹൊറർ ഫിലിം പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളി അധികം ഹൊറർ ഫിലിം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് ബിജു ചേട്ടൻ ആ സബ്ജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. കാരണം എന്താ പറയുക, അതുവരെ എനിക്കൊരു സ്പേസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ സിനിമ ചെയ്യുന്നു. ഇപ്പോൾ ആദ്യ പടം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇനി അടുത്ത പടം ചെയ്യുന്നു, അതും എനിക്ക് വിശ്വാസമുണ്ട് അതും ബ്ലോക്ക് ബസ്റ്റർ ആവും എന്നുള്ളത്. ഞാൻ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ് തരുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ഇനി ബാക്കിയുള്ള 4 പടം ഹിറ്റാവും എന്നുള്ളത് എനിക്ക് നല്ല കൺഫേമാണ്. കാരണം എൻ്റെ ഈ സ്ക്രിപ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തു. പിന്നെ അതേപോലെ ഞാൻ ഒരു ഇൻസ്പയർ ഡയറക്ടറല്ല, ഒരു കഥ കണ്ട് ഇൻസ്പയർ ചെയ്ത് അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഉള്ളിൽ ആശയം വരുന്നു, എൻ്റെ ഉള്ളിൽ കഥ വരുന്നു, ഞാൻ അത് റൈറ്റ് ചെയ്യുന്നു, ഞാൻ സബ്ജക്റ്റ് ചെയ്യുന്നു, മീൻസ് ഞാൻ സിനിമ ചെയ്യുന്നു. ബിജു ചേട്ടനെ വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൊറർ ഫിലിമായിരിക്കും. അത് തന്നെ പിന്നെ അടുത്ത് കുഞ്ചോ കോപ്പനെ വെച്ച് ചെയ്യാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞ് ആസിഫ് അലി, പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, രജനീകാന്ത്, ശിവകാർത്തികൻ, ഇങ്ങനെ പല ലിസ്റ്റും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് എല്ലാം നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് ഏജസ് ഓഫ് ലവ് ഒരുപാട് പഠിപ്പിച്ചു തന്നു, ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ എൻ്റെ ലൈഫ് തന്നെ ഏജസ് ഓഫ് ലവ് ആണ് എന്നുള്ള, ഐ മീൻ എന്താ പറയുക, ആ ഏജസ് ഓഫ് ലവ് എന്ന പടം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ മാറിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ എന്ന വ്യക്തിയെ ഐഡൻറ്റിറ്റി ചെയ്ത കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. സോ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടുന്നതും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും ഇതൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ സമയം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ആ റൂമിലിരുന്ന് ആ ചിന്തിക്കുന്ന സമയമൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു കാര്യം, ഒരു മോട്ടിവേഷൻ കിട്ടിയായിരുന്നു. അതിലാണ് ഞാൻ ഇതുവരെ എത്തിയത്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും അല്ലേ, ഒരുപാട് പേര് സിനിമയ്ക്ക് വരണമെന്നുണ്ടാവും. സിനിമ ഒരിക്കലും പ്രൊഫഷണൽ ആക്കാൻ പാടില്ല ഞാൻ പറയുന്നില്ല. സിനിമയായിട്ട് കാണുക, സിനിമയായിട്ട് ചെയ്യുക, സിനിമയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ഇപ്പോൾ ആർട്ടിസ്റ്റ് വേണോ ആർട്ടിസ്റ്റ് ഇല്ലയോ അതല്ല ഇവിടെ കാര്യം. ഇപ്പോൾ എത്രയോ പടങ്ങൾ ആർട്ടിസ്റ്റ് ഇല്ലാതെ ഹിറ്റായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പടം തന്നെ ആർട്ടിസ്റ്റ് ഇല്ല, പടം വിജയിച്ചു, ആൾക്കാർ സ്വീകരിച്ചു. എന്തുകൊണ്ട്? പെർഫോമൻസ്. ഒറ്റ വാക്ക് പെർഫോമൻസ്. ആ പെർഫോമൻസ് ആണ് അവിടെ, ഫേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് ആർട്ടിസ്റ്റ് വേണം. അതെന്തുകൊണ്ടാണ്? കാരണം അവർ സീനിയർസാണ്.
അപ്പം അവരെ കണ്ടാണ് ജനങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ അവരെ കണ്ട് ആ ഫേസിനെ കണ്ട് അവരെ സിനിമകൾ കണ്ട് വരുന്നു. അപ്പം നമ്മളെ പോലൊരു പുതുമുഖം വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ആരാന്നറിയില്ല. അതേപോലെ ആർട്ടിസ്റ്റിന് നമ്മൾ ആരാന്നറിയില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ പോയി പറയാണ് ഏജസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്ന പോലെ ബ്ലോക്ക് ബസ്റ്ററായി പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിജു ചേട്ടാ എനിക്കൊരു അടുത്ത ചാൻസ് തരുമോ എന്ന് ചോദിച്ചാൽ ബിജു മേനൻ സമ്മതിക്കുമോ? ചിലപ്പോ നടക്കാം. അപ്പോൾ പുള്ളി ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കും അറിയോ? ഇന്ത്യയിൽ എന്താണ് റിലീസായില്ല എന്ന് ചോദിക്കും. യെസ്. അപ്പൊ ഇന്ത്യയിൽ റിലീസാകുന്നതിന് മെയിൻ കാരണം അഗ്രിഗേറ്റർ ഫീ ആണ്. ഓപ്പൺ ആയിട്ട് പറയാം. കാരണം നമ്മുടെ കയ്യിൽ കാശില്ല. എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ ജനങ്ങൾക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലോസം TV എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ OTT പ്ലാറ്റ്ഫോമാണ്. അത് ആമസോണിൻ്റെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ആമസോണിൽ തന്നെ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് റിലീസായതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്ലോസം TV എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജനങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ 1 month വെയിറ്റ് ചെയ്താൽ ഞാൻ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യും. 1 month ആമസോണിൽ റിലീസ് ചെയ്യും. അത് ആമസോൺ മാത്രമല്ല, നെറ്റ്ഫ്ലിക്സും സംസാരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ബ്രോ ഒരു കാര്യം പറഞ്ഞു, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ബിജു ചേട്ടൻ വരും എന്നുള്ളത് അല്ലേ? ബിജു ചേട്ടനെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ബിജു ചേട്ടനെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് കോണ്ടാക്ട് ചെയ്യാനില്ല. സോ അപ്പോൾ ഈ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. സോ ഇപ്പോൾ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യണം ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ഐ ഡോണ്ട് ഹാവ് കോണ്ടാക്ട്. ഓർ എനിക്ക് ആരെയും, എന്നെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ആരോടും അധികം കമ്പനിയുള്ള ഒരാളല്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ അത് എന്താ പറയുക, എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഒരു കോണ്ടാക്ട് ഇല്ലാതെ എങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യും? അപ്പോൾ അവിടെ ഒരു ഡിഫിക്കൽട്ടാണ് എനിക്കിപ്പോൾ ബിജു ചേട്ടൻ വന്നിട്ട് നാളെ എന്നെ വിളിച്ച് പറയാണ്, മോനെ ഞാൻ നിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, നിൻ്റെ സിനിമ എനിക്കൊന്ന് കാണിക്കുമോ? നല്ലതാണെങ്കിൽ ഞാൻ അടുത്ത വർക്ക് നിനക്ക് തരാം, അടുത്ത വർക്ക് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. അപ്പോൾ എനിക്ക് സിനിമ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, സിനിമ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കാര്യം നടക്കൂ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ബിജു ചേട്ടന് ഈ പടം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോസം TVയിൽ പോയി ആർക്കാണെങ്കിലും, ബിജു ചേട്ടനെന്നല്ല, ബിജു ചേട്ടന് ആർക്കാണെങ്കിലും ഫ്ലോസം TV എന്നുള്ള പ്ലാറ്റ്ഫോമിൽ പോയി ഏജസ് ഓഫ് ലവ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പടം വരും. ഓക്കെ. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ബിജു ചേട്ടനെ വെച്ച് ചെയ്യണം എന്നുള്ളതാണ്. ബിജു ചേട്ടനെ വെച്ച് ചെയ്യണം എന്നാണ് എനിക്ക് ആ എൻട്രി കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ ഇന്ന് നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, ഈ നിമിഷം നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ബിജു ചേട്ടൻ എന്നെ വിളിക്കുക, മോനെ എന്ന പോലെ ഞാനിങ്ങനെ നിൻ്റെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു, മോൻ്റെ പടം എനിക്കൊന്ന് കാണുന്നുണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ, നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോം പറയുന്നു, അല്ലെങ്കിൽ വാട്ടെവർ അങ്ങനെ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഞാൻ അതായത് ഇപ്പോൾ ഫ്ലഡ് ചെയ്യാതെ ഞാൻ വേണമെങ്കിൽ അത് ചെയ്യായിരിക്കും. ഫ്ലഡ് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ഫ്ലഡിന് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മീൻസ് VFX ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് UK നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം പുറത്തുനിന്ന് ആളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ജർമ്മനി ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കൂടുതലും സപ്പോർട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിജു ചേട്ടൻ വിളിക്കുന്നു, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിജു ചേട്ടൻ്റെ പടം ചെയ്യും. എനിക്ക് അതിനുള്ള കോൺഫിഡൻറ്റ്. അതൊരു ഹൊറർ ത്രില്ലറാണ്. ആ സ്റ്റോറി 75 മിനിറ്റാണ്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. അദ്ദേഹം ഇത് കണ്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പടം അത് ചെയ്യും. ഇപ്പൊ പ്രേക്ഷകർക്ക് ഈ ഫിലിം കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് അവൈലബിൾ ആയി? റിലീസ് ഇല്ലല്ലോ. അത് ആക്ച്വലി ഇപ്പൊ പ്രേക്ഷകന് കാണണമെങ്കിൽ കാണണം തോന്നുമല്ലോ, എല്ലാവർക്കും അത് കാണണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ
ഫ്ലോസം ടി വി എന്നുള്ള OTT പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഇൻ്റർനാഷണൽ OTT പ്ലാറ്റ്ഫോമാണ്. അത് ഇന്ത്യയിലെ ആക്സിസ് ആണ്. അത് കുറച്ച് വർഷമായിട്ടേ വന്നിട്ടുള്ളൂ. അത് ആമസോണിൻ്റെ തന്നെയാണുള്ള OTT ആണ്. അപ്പോൾ അതിൽ പടം അവൈലബിൾ ആണ്. അപ്പോൾ കാണുന്നവർ കാണാം. ഇല്ല എനിക്ക് ആമസോണിൽ ഞാൻ കാണുള്ളൂ, നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണുള്ളൂ എന്നുള്ള ഇതുണ്ടെങ്കിൽ 1 മാസം വെയിറ്റ് ചെയ്ത് ഞാൻ റിലീസ് ചെയ്ത് തരാം. എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്രൊഡ്യൂസർ മറ്റ് വന്ന് അത് ഞങ്ങൾ അത് ഇന്ത്യയിലേക്ക് റിലീസ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. അത് എന്താ പറയുക, വലിയൊരു സഹായമായിരിക്കും. കാരണം എനിക്കിതുവരെ ഇൻകം വന്നിട്ടില്ല. ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി 2027 ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുള്ളൂ. ഫുൾ ഡാറ്റ കാര്യങ്ങളായിട്ട് എല്ലാം വരുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. സോ ഇപ്പോൾ എന്താ പറയുക, കാണുന്നവർക്ക് ഫ്ലോസം ടി വിയിൽ കാണും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സിനിമ കണ്ട് നിങ്ങൾ ഒരു നിമിഷം പോലും ബോറടിക്കില്ല എന്ന് പറഞ്ഞാൽ ബോറടിക്കില്ല. ഒരു സീന് പോലും നിങ്ങൾക്ക് ബോറടിക്കില്ല. നിങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പോകും. സിനിമ കാണുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നില്ല. എന്തോ ഒരു കാര്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത ഒരു ഫീല് വരും. എന്തുകൊണ്ട് സിനിമ കാണുന്ന ഫീല് തോന്നില്ല എന്ന് പറയുന്ന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ കാണുന്ന ഫീലിൻ്റെയോടൊപ്പം തന്നെ ഒരു റിയലിസ്റ്റിക് ഫീല് നിങ്ങൾക്ക് തോന്നും. ഞാൻ എന്തോ എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണല്ലോ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീല് തോന്നും. തീർച്ചയായിട്ടും തോന്നും. അത് ഓപ്പണായിട്ട് ഞാൻ പറയാണ്, അത് തീർച്ചയായിട്ടും തോന്നും. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് ആർക്കെങ്കിലും മീൻസ് സിനിമ കാണുന്ന പ്രേക്ഷകർ ഈ സിനിമ കണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാ ആശംസയും അടുത്ത ഫിലിമിന് വേണ്ടി. താങ്ക് യു സോ മച്ച്. HF ലെവലിനകത്ത് വേറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറെ സംഗതി എന്ന് പറയുന്നത് ഈ 3 ദിവസം കൊണ്ട് ഈ സിനിമ ഇങ്ങനെ സാധ്യമായിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളും നമ്മളോട് ഉണ്ട് മഹേഷേട്ടൻ. വെൽക്കം ടു മൈ. ഈ 3 ദിവസം കൊണ്ട് ഒരു ഫിലിം ഇങ്ങനെ സാധ്യമാണോ? അതും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആക്ടേഴ്സ് അല്ല. അതിനെങ്ങനെയായിരുന്നു ചാർട്ട് ചെയ്തതും ഷെഡ്യൂൾ ചെയ്തതൊക്കെ? ആദ്യം അരുൺ കോൾ വിളിക്കുകയാണ്. ഞാൻ വേറെ സെറ്റിലായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുൺ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മൂവി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അന്ന് തിരക്കായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ വീണ്ടും കോൾ ചെയ്തു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മൂവി ഉണ്ട്, IGF ഉള്ള മൂവി ചെയ്യാണ്ട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3 ദിവസം കൊണ്ട് 2 days ആയിരുന്നു അതേ പ്ലാൻ. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ലൊക്കേഷനൊക്കെ വേണം, ഇത്രയും ആർട്ടിസ്റ്റുള്ള ലൊക്കേഷൻ ഉണ്ട്, പെർമിഷൻ എടുക്കാണ്ട്. അപ്പോൾ ഇത്രയും വേറെ ജൂനിയർ ആർട്ടിസ്റ്റ് ഇതല്ലാണ്ട് കുറേ ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ട്. ഇതൊക്കെ എത്രമാത്രം പെട്ടെന്ന് എനിക്ക് പ്ലാൻ ആയിരുന്നില്ല. കാരണം ഇവർ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്, ഇത്രയും സീൻസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ തീരും, ഒരു 2 days കൊണ്ട് ഇത് എങ്ങനെ തീരുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ വെച്ചാൽ ഇതെങ്ങനെ ചെയ്യാൻ പോകുന്നത് അറിയില്ലല്ലോ. പെട്ടെന്ന് 2 days ചെയ്യുമ്പോൾ ബഡ്ജറ്റ് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അത് വീണ്ടും ശരി നോക്കാം, എന്തായാലും നമുക്ക് പറ്റാതൊന്നുമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പെർമിഷൻ എടുക്കുകയും ആർട്ടിസ്റ്റിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പറയേണ്ടത് പാലക്കാട് പല സ്ഥലം മുതലമട എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ തുടങ്ങി പാലക്കാട് ഏകദേശം കൊല്ലങ്കോട്, ഇങ്ങനെ നെന്മാറ, പാലക്കാട്, ഇങ്ങനെ ഒലവക്കോട് എല്ലാ ഭാഗത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അതോടൊപ്പം തന്നെ സംബന്ധിച്ച് ഇത്രയും ആർട്ടിസ്റ്റുകൾ എങ്ങനെയായിരുന്നു ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ അവർ ചാർട്ട് ചെയ്തതും കാര്യങ്ങളും? ചാർട്ട് വെച്ചാൽ അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ലൊക്കേഷൻ വേണം, ഇത്രയും ആർട്ടിസ്റ്റ് വേണം പറഞ്ഞപ്പോൾ ഞാനെല്ലാം ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചു എല്ലാം. അതെ, പിന്നെ അത് നെക്സ്റ്റ് പോകേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആർട്ടിസ്റ്റിലെ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും എത്തിയെങ്കിലും പെട്ടെന്നായിരുന്നു. ഇതിൽ വേറെ പ്രത്യേകം വെച്ചാൽ ഡയറക്റ്റ് പെട്ടെന്ന് പറയുക ലൊക്കേഷന്, അതാണ് എടുത്ത് പറയേണ്ടത്. സാധാരണ വന്ന് തലേദിവസം പറയും, ഇതിപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. എല്ലാം പെട്ടെന്നായ കൊണ്ട് ഓരോ ലൊക്കേഷൻ അടുത്തത് പറയും. അപ്പോൾ അവിടെ പാലക്കാട് പ്രഷർ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ സഹകരണമായിരുന്നു. ഒരുപാട് പെട്ടെന്ന് വീടുകളായിക്കോട്ടെ, ഓഫീസായിക്കോട്ടെ, അതിനകത്ത് ഒരുപാട് സീൻസിൽ വരുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് നമുക്ക് എല്ലാവരും വളരെ സഹകരണമായിരുന്നു അതിനകത്ത്. 2 ദിവസത്തെ ഷൂട്ടായിരുന്നല്ലോ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് 3 ദിവസത്തേക്ക് വീണ്ടും ഒന്നുകൂടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുന്നു, 1 ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുന്നു. ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയായിരുന്നു? ഇൻസിഡൻസിൽ അതായത് ഒരു നായകൻ്റെ സീൻസ് കുറച്ച് എടുക്കാണ്ടായിരുന്നു, കുറച്ച് കൂടുതലായിട്ടും. അത് കുറച്ച് ഒരുപാട് റീടേക്ക് വന്നായിരുന്നു. അതുമാത്രമല്ല അന്ന് ഉച്ചയോട് കൂടി കുറച്ച് ഫിനാൻസ് പ്രോബ്ലമൊക്കെ ചെറിയ വന്നെങ്കിലും പിന്നെ അതൊക്കെ ശരിയായി, മേക്കോവർ ചെയ്തു. എല്ലാം കൂടി ക്യാമറേൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും നമ്മുടെ ടീം നല്ലവരും സഹകരിച്ചു. എല്ലാവരും ക്യാമറമാൻ ആയിക്കോട്ടെ എല്ലാവരും. ഞാൻ 3-ാം ദിവസം വളരെ ടാസ്ക്കായിരുന്നു. കാരണം ഒത്തിരി സീൻസ് എടുക്കാനുണ്ട്. ലാസ്റ്റ് ഡേ അല്ലേ, ഫണ്ട് എല്ലാം പ്രോബ്ലം ഉണ്ടായിരുന്നു.
പിന്നെ റൂമിൻ്റെ റെൻറ്റ് എല്ലാ ഭാഗത്തും ബ്ലോക്കായിരുന്നു. പക്ഷെ അതെങ്ങനെയൊക്കെ എല്ലാം സോൾവ് ചെയ്തെടുത്തു. ഈ ഇപ്പം ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് ഇപ്പൊ സ്ക്രീൻ ചെയ്തു, ഇപ്പൊ UK ആണ് സ്ക്രീൻ ചെയ്തത്, അപ്പൊ ആളുകൾ കാണുന്നു, നല്ല റിവ്യൂ വരുന്നു എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സന്തോഷമുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 17ാമത്തെ പടമാണ് കൺട്രോളർ പറയുന്നത്. ഞാൻ ആദ്യം പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരുന്നു ഫിലിമിൽ, കോസ്റ്റ്യൂമറായിട്ട് ആദ്യം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷൻ മാനേജർക്കായിരുന്നു. അതിപ്പോഴും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ കൺട്രോളറായിട്ട് 17ാമത്തെ പടമാണത്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം വെച്ചാൽ എന്നെ വിശ്വസിച്ച് ഇദ്ദേഹം പറഞ്ഞില്ല ഇങ്ങനെ പടം ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു അത്. ഇത് ചെയ്യാനുള്ള ഒരു ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. ത്രില്ലിംഗ് ആദ്യത്തെ ഒരു ടെൻഷൻ ആണെങ്കിലും പിന്നെ ഇത്ര ആർട്ടിസ്റ്റ് വന്നു പെട്ടെന്ന് ലൊക്കേഷൻ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ വെറും 800 മാത്രമേ ഉള്ളൂ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു വേറെ വണ്ടിയൊന്നും അറേഞ്ച് ചെയ്യേണ്ട, പ്രൊഡക്ഷനോടെ വണ്ടി വേണ്ടേ ലൊക്കേഷൻ നോക്കാൻ പോകാനോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ അതന്നെ ആയി ഈ 3 ദിവസം എല്ലാ സത്യം ഫുഡ് കൊണ്ടുവരാനും ക്യാമറ കൊണ്ടുവരാനായിക്കോട്ടെ എല്ലാത്തിനും ആ വണ്ടി തന്നെയായിരുന്നു. പ്രൊഡക്ഷൻ അത് ഞാൻ കൺട്രോൾ മാത്രമല്ല അതിനകത്ത് വർക്ക് ചെയ്യണത്, എല്ലാം കാറും അതിനകത്ത് എല്ലാം അങ്ങനെ ആയി. പ്രൊഡക്ഷൻ എടുത്ത് പറയണമെങ്കിൽ നമ്മുടെ ഒരു കാർ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. കാരണം ഈ ഒറ്റ കാർ വണ്ടിയേ ഉള്ളൂ. അതായത് ഈ കാറിന് വെച്ച് പറയുന്നില്ലേ, ഞാൻ ജൂനിയർസ് കൊണ്ടുപോയി പിക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവും, അപ്പോഴായിരിക്കും ഡയറക്ടർ വിളിക്കുക ലൊക്കേഷൻ നോക്കാൻ വേറെ സെറ്റിൽ പോകണം, വീണ്ടും അവരിനെ വിട്ടിട്ട് ഈ കാര്യം കൊണ്ട് വീണ്ടും പോകണം. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് പ്രൊഡക്ഷൻ ഓട്ടം വിളിക്കുന്നുണ്ടാവും ഫുഡിൻ്റെ കാര്യം കണ്ട് ഈ വണ്ടി എടുത്തിട്ടാണ് വീണ്ടും അവിടേക്ക് പോകുക. ഇത് ഓടി ഓടി ടയറൊക്കെ പോകാറായി, സത്യം പറഞ്ഞാൽ പഞ്ചറൊക്കെ ആയിട്ടുണ്ട്. അത്ര ഇതായി ഈ വർക്ക് കഴിഞ്ഞതോട് കൂടി എൻ്റെ കാർ കൊടുക്കേണ്ട കണ്ടീഷനായി സത്യം പറഞ്ഞാൽ. അത് ആ ലെവലിലേക്കായി. പക്ഷെ ഉള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, നല്ല വണ്ടി ഒരുപാട് ഉപകാരമായിരുന്നു. അത് മറക്കാൻ പറ്റില്ല. എൻ്റെ അത് ഫസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ എല്ലാ ആശംസയും അടിപൊളി, അടുത്ത സിനിമ കൂടെ പൊളിക്കട്ടെ. തീർച്ചയായിട്ടും. എനിക്ക് അരുൺ എനിക്ക് വർക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് ഒരുപാട് ഇത്രയും പ്രാവശ്യം കാണുമ്പോൾ ഇതിൽ ഞാനും കൂടി ഉൾപ്പെടുന്നു പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ കൂടി ഉണ്ട് ഈ പടത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അതെ. അപ്പോൾ എല്ലാ ആശംസയും. ഓക്കെ, താങ്ക് യു.